വെനസ്വേല ഈ മാസം ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറി. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്ക് അടച്ചതും വഴിയുണ്ടായ ഇന്ധനക്ഷാമം പരിഹരിക്കാനായാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം. ഇന്ത്യയിലേക്കുള്ള വെനസ്വേല എണ്ണയുടെ ഇറക്കുമതി 50% ഏപ്രിലിൽ വർദ്ധിച്ചു. വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റ് റോഡ്രിഗ്വസ് എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യയിലെത്തുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്മേലുള്ള US ഇടപെടലിനെ എടുത്തു കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മുൻപും റൂബിയോ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2025 മെയ് 10 നിർത്തിയെന്ന് പ്രസ്താവന ആദ്യം നടത്തിയത് മാർക്ക് റൂബിയോ ആണ്. ഏതായാലും ഇപ്പോൾ 303 ബില്യൺ ബാരൽ ഓയിൽ, അതായത് അറിയപ്പെടുന്ന ലോക എണ്ണ ശേഖരത്തിലെ 17% വെനസ്വേലയിലാണ്. US ബലപ്രയോഗത്തിലൂടെ ജനുവരിയിൽ വെനസ്വേലയിൽ ഭരണമാറ്റം കൊണ്ടുവന്നതിൽ പിന്നെ വെനസ്വേലൻ എണ്ണ കൂടുതൽ കയറ്റുമതി ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്താൽ വർദ്ധിച്ച എണ്ണ ആവശ്യകത ഇന്ത്യയെപ്പോലെ വർദ്ധിച്ച ഊർജ്ജ ഇറക്കുമതിയുടെ ആവശ്യമുള്ള ഒരു രാജ്യത്തിന് അത്യന്താപേക്ഷിതമായി തീർന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.